സിദ്ധാർത്ഥിന്റെ മരണം ഒടുവിൽ CBI അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടാണ് ആവശ്യമുന്നയിച്ചത്. ഇതിന്റെ കാര്യഗൗരവം കണക്കിലെടുത്ത് മുഖ്യമന്ത്രി CBI അന്വേഷണത്തിന് അനുമതി നൽകുകയായിരുന്നു. സാധാരണ നിലയിൽ ഏതെങ്കിലും കേസ് വരികയും അതിൽ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞ് മാതാപിതാക്കളോ ബന്ധുക്കളോ ആര് തന്നെ എത്തിയാലും സർക്കാർ ഇത്തരത്തിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കാറില്ല. പിന്നെ എന്തുകൊണ്ടാണ് സിദ്ധാർത്ഥിന്റെ കാര്യത്തിൽ ഇത്ര പെട്ടെന്ന് ഇടപെടൽ നടന്നതെന്നാൽ പ്രതിക്കൂട്ടിൽ SFI പ്രവർത്തകരായതിനാൽ അവരുടെ നിരപരാധിത്വം തെളിയിക്കാനാണെന്ന് വെറുതെ പോലും വിചാരിക്കുന്നത് ബുദ്ധിശൂന്യമായി പോകും. ഇവിടെയും ബുദ്ധിപരമായി കളിച്ചത് നമ്മുടെ സർക്കാരാണ്. അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഈ വരുന്ന ഇലക്ഷൻ. എല്ലാ തരത്തിലും തിരിച്ചടികളുടെ മുൾമുനയിൽ നിൽക്കുന്ന CPM ഇതിൽ നിന്നെങ്കിലും പതിയെ തലവലിക്കാമെന്ന ധാരണയോടുകൂടി തന്നെയാണ് ആത്മാർത്ഥമായി ആ കേസ് എത്രയും വേഗം CBIയിലേക്ക് എത്തട്ടെ എന്ന് അനുമതി നൽകിയിരിക്കുന്നത്. പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന 5 SFI പ്രവർത്തകരടക്കം പോലീസിന്റെ പട്ടിക പെട്ടെന്ന് കഴിഞ്ഞിരുന്നു. എന്നാൽ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ അന്വേഷണത്തിൽ പ്രതി ചേർക്കപ്പെട്ട പലരെയും പോലീസിന്റെ പട്ടികയിൽ ഇല്ല എന്നതാണ് വിചിത്രം. ഉറ്റ സുഹൃത്തെന്ന് പറഞ്ഞു നടന്ന അക്ഷയ് എന്ന വ്യക്തിയുടെ പൊടി പോലും കാണാനില്ല എന്നതാണ് മാതാപിതാക്കളും ആദ്യം മുതൽ പറയുന്ന ഒരു വസ്തുത. സിദ്ധാർത്ഥിന്റെ പൂർണ്ണ കാര്യവും കൺട്രോൾ ചെയ്തിരുന്നത് അക്ഷയ് ആണെന്ന് മാതാപിതാക്കൾ പറഞ്ഞത് പോലീസ് റിപ്പോർട്ടുകളിൽ കാണാനില്ല. വീട്ടുകാർ വിളിച്ചപ്പോൾ സിദ്ധാർത്ഥിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് സംസാരിച്ചവൻ സിദ്ധാർത്ഥിന്റെ മരണശേഷം അപ്രത്യക്ഷമാകുന്നു. അക്ഷയിനെ സംരക്ഷിക്കുന്നത് ഇടുക്കിയിലെ CPM പ്രവർത്തകനാണെന്നാണ് നിഗമനം. സിദ്ധാർത്ഥ് ഉപദ്രവിച്ചു എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയുടെയും ഒരു വിവരവുമില്ല. ഈ പെൺകുട്ടിയെ സംരക്ഷിക്കുന്നത് കമ്മീഷണർ ഓഫീസിലെ ജീവനക്കാരിയായ അമ്മയാണെന്നാണ് പുറത്തുവരുന്ന വിവരം. അവനെ അവർ തല്ലിക്കൊന്നതാണെന്ന് സന്ദേശം അയച്ച സുഹൃത്തിനെ കുറിച്ചും വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അധ്യാപക പാർട്ടി പ്രവർത്തകരെയും കോളേജിലെ മറ്റു പാർട്ടിക്കാരെയും ഭയന്ന് മൊഴി നൽകാത്ത വിദ്യാർത്ഥികളും ഏറെയാണ്. ഡീനും ഹോസ്റ്റൽ വാർഡനും ഓരോന്ന് പറഞ്ഞ് ഒഴിയാൻ നോക്കുന്നു. ഇതിനെല്ലാം ഒരു ഉത്തരമാകണമെന്ന നിലയ്ക്കാണ് കോൺഗ്രസ് നേതാക്കളും BJPക്കാരും അടക്കം സമരം ആരംഭിച്ചത്. SFIക്ക് മുൻതൂക്കമുള്ള കോളേജുകളിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതും പ്രവർത്തനങ്ങൾക്കൊക്കെയും പിന്തുണ നൽകുന്നതും CPM ആണ്. അവർക്കൊരു പ്രശ്നം വന്നപ്പോൾ പാർട്ടി സംരക്ഷിച്ചു എന്നിതിനെ കാണാം. എന്നാൽ ഒരാളെ തല്ലിക്കൊന്നപ്പോൾ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFIയുടെ വലിയൊരു പോരായ്മയാണ് തെളിഞ്ഞു വന്നിരിക്കുന്നത്. CPMന്റെ ഭാഗമെന്ന നിലയിൽ അവരെ സംരക്ഷിക്കുക എന്നതാണ് മുഖ്യമന്ത്രി അടക്കമുള്ള സംസ്ഥാനത്തിന്റെ ആവശ്യം. പക്ഷേ ജില്ലാ നേതൃത്വത്തിലുള്ള ചിലരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ചില വിട്ടുവീഴ്ചകളൊക്കെ നടക്കുന്നത്. ഇലക്ഷൻ അടുത്തിരിക്കുന്ന ഈ സമയത്ത് ഇങ്ങനൊരു സമരം പാർട്ടിയുടെ അടിക്കൽ ഇളക്കുമെന്ന അതിവേഗം മനസ്സിലാക്കിയ ഭരണപക്ഷത്തിന്റെ മറ്റൊരു തന്ത്രമെന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഈ CBI നീക്കത്തെ. കോൺഗ്രസും BJPയും CPMനെതിരെയുള്ള ശക്തമായ പ്രചരണ ആയുധമാക്കി ഈ വിഷയത്തെ മാറ്റുമെന്ന് നല്ല ബോധ്യമുള്ളതുകൊണ്ട് മാത്രമാണ് ഇത്ര പെട്ടെന്നൊരു ഇടപെടൽ ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നത്. ഇതല്ലാത്തൊരു സാഹചര്യമായിരുന്നെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രിയുടെ മൗനം തുടരുമായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും CBIയുടെ പക്കൽ അന്വേഷണം എത്തിയാൽ പ്രതികൾ കുരുക്കിലാകുമെന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം.